പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രിയിലും നിങ്ങളുടെ മനസ്സിനെ ശാന്തതയിലേക്കും ധർമ്മത്തിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു മനോഹരമായ യാത്രയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ രാത്രിയിൽ അയോധ്യയിലെ ഏറ്റവും സന്തോഷകരമായ ദിനമായ ശ്രീരാമന്റെ ജനനത്തിന്റെ അത്ഭുത നിമിഷം നാം ഒരുമിച്ച് അനുഭവിച്ചു. ഇന്ന് ആ ദിവ്യശിശുവിന്റെ ബാല്യത്തിലേക്കാണ് നമ്മുടെ യാത്ര. അതിനാൽ ഒരു ദീർഘശ്വാസം എടുക്കൂ. മനസ്സിലെ എല്ലാ ചിന്തകളും പതുക്കെ വിട്ടയക്കൂ. നിങ്ങളുടെ ഭാവനയിൽ സരയൂ നദിയുടെ തീരത്ത് വീണ്ടും ഒരിക്കൽ അയോധ്യയിലേക്ക് എത്തിച്ചേരൂ. പ്രഭാതം ഇപ്പോഴേ ഉണരുകയാണ്. കിഴക്കൻ ആകാശത്ത് ഇളം ചുവപ്പുള്ള വെളിച്ചം അത് പതുക്കെ പരന്നു തുടങ്ങി. സരയൂ നദിയുടെ വെള്ളം കണ്ണാടി പോലെ ശാന്തമായിരുന്നു. അതിലൂടെ ആദ്യ സൂര്യകിരണങ്ങൾ സ്വർണ്ണ നൂലുകൾ പോലെ ഒഴുകിപ്പരന്നു. നദിക്കരയിലെ താമരപ്പൂക്കൾ പതുക്കെ വിടർന്നു. അവയുടെ ഇതളുകളിൽ മഞ്ഞുതുള്ളികൾ ചെറിയ മുത്തുകൾ പോലെ തിളങ്ങി നിന്നു. ഒരു വെളുത്ത കൊക്ക് നദിയുടെ തീരത്തുകൂടി ശാന്തമായി നടന്നു. അല്പം അകലെയായി രണ്ട് ഹംസങ്ങൾ. അവ ഒരുമിച്ച് നീന്തിക്കൊണ്ടിരുന്നു. അവയുടെ ചലനം പോലും ആ പ്രഭാതത്തിന്റെ നിശബ്ദതയെ ഒരിക്കലും അലട്ടിയില്ല. അയോധ്യ നഗരം പതുക്കെ ഉണർന്നു. ഓരോ വീടിന്റെ മുന്നിൽ വിളക്കിന്റെ ജ്വാല അത് ഇനിയും അണഞ്ഞിരുന്നില്ല. വീട്ടമ്മമാർ മുറ്റം വാരിയ ശേഷം അരിപ്പൊടിയാൽ മനോഹരമായ കോലങ്ങൾ വരച്ചു. ചന്ദനത്തിന്റെയും തുളസിയുടെയും സുഗന്ധം പ്രഭാത കാറ്റിനൊപ്പം നഗരം മുഴുവൻ പരന്നു. ക്ഷേത്രങ്ങളിൽ ആദ്യ മണിനാദം മുഴങ്ങി. ആ ശബ്ദം സരയൂ നദിയുടെ ഒഴുക്കുമായി ചേർന്ന് ഒരു ദിവ്യ സംഗീതം പോലെ മനസ്സിനെ ശാന്തമാക്കി. രാജമന്ദിരത്തിന്റെ കിഴക്കേ ജനാലയിലൂടെ ആദ്യ സൂര്യകിരണം അതകത്തേക്ക് കടന്നു. ആ പ്രകാശം നേരെ കൗസല്യാദേവിയുടെ മുറിയിലേക്കാണ് വീണത്. അവിടെ ചന്ദനത്തിന്റെ മൃദുസുഗന്ധം നിറഞ്ഞിരുന്നു. വെളുത്ത പട്ടുതിരശീലകൾ കാറ്റിൽ പതുക്കെ അത് ഇളകി. മുറിയുടെ നടുവിൽ സ്വർണത്തിൽ തീർത്ത ഒരു മനോഹരമായ തൊട്ടിൽ. ആ തൊട്ടിലിൽ ശാന്തമായി ഉറങ്ങുകയായിരുന്നു കുഞ്ഞുരാമൻ. അവന്റെ ശ്വാസത്തിന്റെ താളം വളരെ മൃദുവായിരുന്നു. മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി. അവൻ എന്തോ മനോഹരമായ ഒരു സ്വപ്നം കാണുന്നത് പോലെ തോന്നി. കൗസല്യദേവി പതുക്കെ തൊട്ടിലിന്റെ അരികിലേക്ക് നടന്നു. അവൾ രാമന്റെ നെറ്റിയിൽ മൃദുവായി കൈവച്ചു. ആ സ്പർശത്തിൽ ഒരമ്മയുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഉണ്ടായിരുന്നു. അവൾ മൃദുവായി പറഞ്ഞു, "എന്റെ മകനെ, നിന്റെ പുഞ്ചിരി ഈ കൊട്ടാരത്തിന്റെ സന്തോഷമാണ്, ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്. ദൈവം നിന്നെ എപ്പോഴും ധർമ്മത്തിന്റെ വഴിയിൽ നടത്തട്ടെ." അവളുടെ ശബ്ദം കേട്ടതുപോലെ രാമൻ പതുക്കെ കണ്ണുകൾ തുറന്നു. ആദ്യമായി കണ്ടത് അമ്മയുടെ മുഖം. അവൻ വീണ്ടും പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കൗസല്യയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറച്ചു. അപ്പോൾ മുറിയുടെ പുറത്തുനിന്ന് ചെറിയ കാലൊച്ചകൾ കേട്ടു. സുമിത്രാദേവി ലക്ഷ്മണനെയും ശത്രുഘ്നെയും കൈകളിലെടുത്ത് അകത്തേക്ക് വന്നു. ലക്ഷ്മണൻ ഉറക്കച്ചടവോടെ ചുറ്റും നോക്കി. പക്ഷേ അവന്റെ കണ്ണുകൾ രാമനെ കണ്ട നിമിഷം തിളങ്ങി. അവൻ കൈകൾ നീട്ടി രാമന്റെ അടുത്തേക്ക് എത്താൻ ശ്രമിച്ചു. അത് കണ്ടപ്പോൾ സുമിത്ര പുഞ്ചിരിച്ചു. കൗസല്യയും സ്നേഹത്തോടെ പറഞ്ഞു, "നോക്കൂ, ഇവർ രണ്ടുപേരും ഇപ്പോഴേ പരസ്പരം അന്വേഷിക്കാൻ തുടങ്ങിയല്ലോ." സുമിത്ര മൃദുവായി മറുപടി പറഞ്ഞു, "ചില ബന്ധങ്ങൾ ഈ ജന്മത്തിൽ മാത്രം തുടങ്ങുന്നതല്ല. ദൈവം അവയെ മുമ്പേ എഴുതി വെക്കുന്നുണ്ടാകും." അല്പസമയത്തിന് ശേഷം കൈകേയിയും കുഞ്ഞു ഭരതനുമായി അവിടെ എത്തി. 4 കുഞ്ഞുങ്ങളും ഒരേ മുറിയിൽ. 3 രാജ്ഞിമാരും. സ്നേഹവും ചിരിയും ആ മുറിയെ ഒരു സ്വർഗം പോലെ മാറ്റി. അപ്പോൾ കൊട്ടാരത്തിന് പുറത്തുനിന്ന് ശംഖുനാദമുയർന്നു. രാജാവ് ദശരഥൻ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് അവിടേക്ക് വരികയായിരുന്നു. അദ്ദേഹം വാതിൽക്കൽ നിൽക്കുമ്പോൾ ആ കാഴ്ച കണ്ടു. 4 കുഞ്ഞുങ്ങൾ, 3 രാജ്ഞിമാർ, സന്തോഷം നിറഞ്ഞ ഒരു മുറി. ഒരു നിമിഷം അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം മനസ്സിൽ മാത്രം പറഞ്ഞു, "ദൈവമേ, ഞാൻ ചോദിച്ചാലും എത്രയോ വലിയ അനുഗ്രഹമാണ് നീ എനിക്ക് നൽകിയിരിക്കുന്നത്." രാജാവ് ദശരഥൻ മുറിയിലേക്ക് പതുക്കെ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് രാജകീയ ഗൗരവമുണ്ടായിരുന്നു. എന്നാൽ ആ 4 കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആ ഗൗരവമെല്ലാം ഒരച്ഛന്റെ സ്നേഹമായി മാറി. അദ്ദേഹം ആദ്യം രാമന്റെ അരികിലേക്കാണ് നടന്നത്. കുഞ്ഞുരാമൻ ദശരഥനെ കണ്ട നിമിഷം ചെറിയ കൈകൾ ഉയർത്തി. അത് ഒരു ശിശുവിന്റെ സ്വാഭാവിക ചലനമായിരുന്നു. എന്നാൽ ആ കാഴ്ച കണ്ട ദശരഥന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം രാമനെ പതുക്കെ കൈകളിലെടുത്തു. കുഞ്ഞിന്റെ മുഖത്ത് അപരിചിതരോടുള്ള ഭയമുണ്ടായിരുന്നില്ല. അച്ഛന്റെ നെഞ്ചിൽ ചേർന്നപ്പോൾ അവൻ ശാന്തനായി. ഒരു നിമിഷം
ദശരഥൻ കണ്ണുകളടച്ചു. ഒരു രാജാവിന് ലോകം മുഴുവൻ കീഴടക്കാൻ കഴിഞ്ഞാലും ഒരു കുഞ്ഞിന്റെ വിശ്വാസം നേടുന്ന ആ നിമിഷത്തിന് തുല്യമായ സന്തോഷം മറ്റൊന്നില്ല. കൊട്ടാരത്തിന്റെ പുറത്ത് ആ ദിവസം ഒരു ചെറിയ ആഘോഷമുണ്ടായിരുന്നു. രാജകുമാരന്മാരുടെ ആരോഗ്യത്തിനും ദീർഘായുസിനും വേണ്ടി ജനങ്ങൾ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനകൾ അർപ്പിച്ചിരുന്നു. ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ, നഗരവാസികൾ, വ്യാപാരികൾ, കർഷകർ എല്ലാവരും രാജകുമാരന്മാരെ ഒരു നോക്ക് കാണണമെന്നുള്ള ആഗ്രഹത്തോടെ കൊട്ടാരത്തിന്റെ പുറത്തു കൂടി. ആ വാർത്ത ദശരഥന്റെ ചെവിയിലുമെത്തി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മന്ത്രിമാരോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ രാജകുടുംബത്തിന്റെ മാത്രം മക്കളല്ല, അയോധ്യയിലെ ഓരോ കുടുംബത്തിന്റെയും സന്തോഷമാണ്. ജനങ്ങൾക്ക് അവരെ കാണാൻ അവസരമൊരുക്കൂ. കൊട്ടാരത്തിന്റെ വിശാലമായ പൂന്തോട്ടം അന്ന് പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടു. മുല്ലപ്പൂ, ചെമ്പരത്തി, താമര, പാരിജാതം, നൂറുകണക്കിന് പൂക്കളുടെ സുഗന്ധം അത് കാറ്റിൽ ലയിച്ചു. മരക്കൊമ്പുകളിൽ മൈനകളും കുയിലുകളും പാടുകയായിരുന്നു. ഒരു മയിൽ വാൽ വിരിച്ച് പതുക്കെ നൃത്തം ചെയ്യാൻ തുടങ്ങി. പ്രകൃതി പോലും ഇന്നത്തെ ദിവസത്തെ ആഘോഷിക്കുന്നത് പോലെ തോന്നി. കൗസല്യാദേവി രാമനെ കൈകളിലെടുത്ത് പൂന്തോട്ടത്തിലേക്ക് നടന്നു. സുമിത്ര ലക്ഷ്മണനെയും ശത്രുഘ്നെയും സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു. കൈകേയി ഭരതനെയും അവരുടെ പിന്നിൽ ദശരഥനും രാജഗുരു വസിഷ്ഠനും മന്ത്രിമാരും നടന്നു. കൊട്ടാരത്തിന്റെ കവാടം തുറന്നു. അയോധ്യയിലെ ജനങ്ങൾ ആദ്യം 4 രാജാക്കന്മാരെയും അടുത്തു നിന്ന് കണ്ടു. ഒരു നിമിഷം ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും കൈകൾ കൂപ്പി. അവരുടെ കണ്ണുകളിൽ സ്നേഹവും അനുഗ്രഹവും മാത്രം. ഒരു വൃദ്ധ സ്ത്രീ മുന്നോട്ട് വന്നു. അവൾ കൗസല്യയെ നോക്കി പറഞ്ഞു, രാജ്ഞി, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രഭാതം പോലെ ഇത്ര സന്തോഷമുള്ളൊരു ദിവസം ഞങ്ങൾ കണ്ടിട്ടില്ല. കൗസല്യ വിനയത്തോടെ പുഞ്ചിരിച്ചു. ഈ സന്തോഷം എന്റെ മാത്രമല്ല, അയോധ്യ മുഴുവന്റെയും സന്തോഷമാണ്. ഒരു ചെറിയ കുട്ടി അമ്മയുടെ കൈ പിടിച്ച് മുന്നോട്ട് വന്നു. അവൻ രാമനെ നോക്കി പുഞ്ചിരിച്ചു. രാമനും അവനെ നോക്കി ചെറിയൊരു പുഞ്ചിരി സമ്മാനിച്ചു. ആ ചെറിയ നിമിഷം അവിടെ നിന്ന് എല്ലാവരുടെയും ഹൃദയം നിറച്ചു. കാരണം സ്നേഹത്തിന് വാക്കുകളുടെ ആവശ്യമില്ല, ഒരു പുഞ്ചിരി മാത്രം മതി. രാജഗുരു വസിഷ്ഠൻ ആ കാഴ്ച ശാന്തമായി നോക്കി നിന്നു. അദ്ദേഹം ദശരഥനോട് മൃദുവായി പറഞ്ഞു, മഹാരാജാവേ, ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗ്യം മാത്രമല്ല, ഒരു ദിവസം മനുഷ്യരുടെ ഹൃദയത്തിൽ ധർമ്മത്തിന്റെ പ്രകാശം തെളിക്കുന്നവരായിരിക്കും. ദശരഥൻ വിനയത്തോടെ തല കുനിച്ചു. അദ്ദേഹത്തിന് ആ വാക്കുകളുടെ ആഴം പൂർണ്ണമായി മനസ്സിലായിരുന്നില്ല. എന്നാൽ അവ ഹൃദയത്തിൽ ഒരു അനുഗ്രഹമായി പതിഞ്ഞു. സമയം പതുക്കെ ഉച്ചയിലേക്ക് നീങ്ങി. പൂന്തോട്ടത്തിലെ വലിയ ആൽമരത്തിന്റെ തണലിൽ രാജ്ഞിമാർ ഉണരുന്നു. മൃദുകാറ്റ് അത് ഇലകളെ തഴുകി. മരക്കൊമ്പുകളിൽ നിന്ന് പക്ഷികൾ മധുരമായി പാടി. രാമൻ ആകാശത്തേക്ക് നോക്കിക്കിടന്നു. മരത്തിന്റെ ഇലകൾക്കിടയിലൂടെ വെളിച്ചം. ചെറിയ പൊൻതുള്ളികൾ പോലെ അതവന്റെ മുഖത്ത് വീണു. ആ കാഴ്ച കണ്ടിരുന്നവർക്ക് ഒരു ദിവ്യശാന്തി അനുഭവപ്പെട്ടു. അതൊരു സാധാരണ കുഞ്ഞിന്റെ മുഖമായിരുന്നില്ല. ഭാവിയിൽ ധർമ്മത്തിന്റെ വഴികാട്ടിയാകുന്ന ഒരു മഹാന്റെ നിഷ്കളങ്കമായ ബാല്യമായിരുന്നു അത്. സന്ധ്യ അടുത്തു വരികയായിരുന്നു. എന്നാൽ അയോധ്യയുടെ ആനന്ദം ഇപ്പോഴാണ് കൂടുതൽ വിരിയാൻ തുടങ്ങിയത്. സമയം ആരെയും കാത്തു നിൽക്കാതെ പതുക്കെ മുന്നോട്ട് നീങ്ങി. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. ആഴ്ചകൾ മാസങ്ങളായി. അയോധ്യയിലെ ഓരോ പ്രഭാതവും ഇപ്പോൾ ഒരു പുതിയ സന്തോഷം കൊണ്ടുവന്നു. കാരണം രാജമന്ദിരത്തിലെ 4 രാജാക്കന്മാരും പതുക്കെ വളരുകയായിരുന്നു. പ്രഭാത സൂര്യൻ കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ സ്വർണപ്രകാശം വിതറി. മഞ്ഞുതുള്ളികൾ പുല്ലിൻ തുമ്പുകളിൽ ചെറിയ വജ്രങ്ങൾ പോലെ തിളങ്ങി. പൂന്തോട്ടത്തിലെ മുല്ലപ്പൂക്കൾ സുഗന്ധം പരത്തി. മയിലുകൾ പതുക്കെ നടന്നു. കുയിലുകൾ മധുരമായി പാടി. പ്രകൃതി ഓരോ ദിവസവും ഈ കുഞ്ഞുങ്ങളെ വരവേൽക്കുന്നത് പോലെ തോന്നി. അന്ന് പ്രഭാതത്തിൽ കൗസല്യാദേവി രാമനെ കൈകളിലെടുത്ത് പൂന്തോട്ടത്തിലേക്ക് നടന്നു. ഇപ്പോൾ രാമൻ മുമ്പത്തേക്കാൾ വളർന്നിരുന്നു. അവൻ ചുറ്റുമുള്ള ലോകത്തെ ആശ്ചര്യത്തോടെ നോക്കാൻ തുടങ്ങിയിരുന്നു. മരത്തിന്റെ ഇലകൾ കാറ്റിലിളകുന്നത് അവൻ ശ്രദ്ധിച്ചു. ഒരു ചിത്രശലഭം പൂവിൽ നിന്ന് പൂവിലേക്ക് പറക്കുന്നത് അവൻ കൗതുകത്തോടെ നോക്കി. അടുത്ത് ഒരു മയിൽ പതുക്കെ വാൽ വിരിച്ചു. ഒരു വർണ്ണാഭമായ കാഴ്ച. അത് രാമന്റെ മുഖത്ത് ഒരു മനോഹരമായ പുഞ്ചിരി വിടർത്തി. കൗസല്യ ആ പുഞ്ചിരി കണ്ടപ്പോൾ ഹൃദയം നിറഞ്ഞ് അവൾ മൃദുവായി പറഞ്ഞു, പ്രകൃതിയുടെ സൗന്ദര്യം കാണാൻ പഠിക്കുന്ന മനസ്സ്
എപ്പോഴും ദൈവത്തോട് അടുത്തായിരിക്കും. അതേസമയം സുമിത്രാദേവിയും ലക്ഷ്മണനെയും ശത്രുഘ്നെയും പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ലക്ഷ്മണൻ രാമനെ കണ്ട നിമിഷം അവന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ പതുക്കെ രാമന്റെ അടുത്തേക്ക് നീങ്ങി. സുമിത്ര പുഞ്ചിരിച്ചുകൊണ്ട് അത് നോക്കി നിന്നു. കൗസല്യ പറഞ്ഞു, ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടാൽ വളരെ സന്തോഷിക്കുന്നുണ്ടല്ലോ. സുമിത്ര മൃദുവായി മറുപടി പറഞ്ഞു, അതേ രാജ്ഞി, ഇവരുടെ ഹൃദയങ്ങളെ ദൈവം ഒരു പ്രത്യേക സ്നേഹത്താൽ ബന്ധിച്ചിരിക്കുന്നുവെന്ന് തോന്നുന്നു. അല്പസമയത്തിന് ശേഷം കൈകേയിയും ഭരതനുമായി പൂന്തോട്ടത്തിലെത്തി. ഭരതൻ വളരെ ശാന്ത സ്വഭാവമുള്ള കുഞ്ഞായിരുന്നു. ആരും അവരെ കൈകളിലെടുത്താൽ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കും. ശത്രുഘ്നനും ഭരതന്റെ അരികിലായിരിക്കുമ്പോൾ വളരെ സന്തോഷവനായി കാണപ്പെട്ടു. രാജ്ഞിമാർ ഇത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അത് ഓരോ കുഞ്ഞിന്റെയും സ്വാഭാവിക സ്വഭാവമാണെന്ന് അവർ കരുതി. എന്നാൽ കാലം പിന്നീട് ഈ ബന്ധങ്ങളുടെ ആഴം ലോകത്തിന് കാണിച്ചു കൊടുക്കുമായിരുന്നു. പൂന്തോട്ടത്തിന് നടുവിൽ ഒരു വലിയ അശോകവൃക്ഷമുണ്ടായിരുന്നു. അതിന്റെ തണലിൽ രാജാവ് ദശരഥൻ രാജഗുരു വസിഷ്ഠനോടൊപ്പം ഇരിക്കുകയായിരുന്നു. 4 രാജകുമാരന്മാരും രാജ്ഞിമാരുടെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ കളിക്കുന്നത് അവർ ശാന്തമായി നോക്കി. കുറച്ചുനേരം ആരും ഒന്നും സംസാരിച്ചില്ല. പ്രകൃതിയുടെ സംഗീതം മാത്രം അവിടെ ആകെ നിറഞ്ഞു നിന്നു. ദശരഥൻ വസിഷ്ഠനെ നോക്കി വിനയത്തോടെ ചോദിച്ചു, ഗുരുദേവ, ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്റെ മനസ്സ് നന്ദി കൊണ്ട് നിറയുന്നു. ഒരു അച്ഛനെന്ന നിലയിൽ അവരെ എങ്ങനെ വളർത്തണം? ഒരു രാജാവിനേക്കാൾ ഒരു നല്ല മനുഷ്യനാകാൻ അവരെന്താണ് പഠിക്കേണ്ടത്? വസിഷ്ഠ മഹർഷി പുഞ്ചിരിച്ചു. കുറച്ചുനേരം ആ 4 കുഞ്ഞുങ്ങളെ നോക്കി. ശേഷം ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, മഹാരാജാവേ, ഒരു രാജകുമാരനെ വാൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് സത്യത്തിന്റെ വില പഠിപ്പിക്കണം. ശക്തി നൽകും മുമ്പ് കരുണ പഠിപ്പിക്കണം. രാജ്യം ഭരിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിനെ ഭരിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെയാണ് ധർമ്മത്തിന്റെ വഴി ആരംഭിക്കുന്നത്. രാമൻ ഇപ്പോൾ സ്വന്തം ചെറിയ കാലുകളിൽ പതുക്കെ നടക്കാൻ തുടങ്ങി. അവന്റെ ഓരോ ചുവടും കൗസല്യാദേവിക്ക് ഒരു ഉത്സവം പോലെയായിരുന്നു. അവൾ കുറച്ചകലെ നിന്നുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, വാ മകനെ, പതുക്കെ, ഭയപ്പെടേണ്ട. രാമൻ അമ്മയുടെ ശബ്ദം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചെറിയ ചുവടുകൾ വച്ചു. ഒരു നിമിഷം സന്തുലനം നഷ്ടമായി. എന്നാൽ വീഴുന്നതിന് മുമ്പ് കൗസല്യ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ തിളങ്ങി. ഓരോ കുഞ്ഞിന്റെയും ആദ്യ ചുവടുകൾ ഒരമ്മയുടെ ഹൃദയത്തിൽ എന്നേക്കുമായി ജീവിക്കും. രാമനെ കണ്ടപ്പോൾ ലക്ഷ്മണനും നടക്കാൻ ശ്രമിച്ചു. അവൻ പതുക്കെ രാമന്റെ ദിശയിലേക്ക് നടന്നു വന്നു. രാമൻ തിരിഞ്ഞ് ലക്ഷ്മണനെ നോക്കി. ചെറിയൊരു പുഞ്ചിരി. ആ പുഞ്ചിരി കണ്ടപ്പോൾ ലക്ഷ്മണനും സന്തോഷത്തോടെ ചിരിച്ചു. ആ നിമിഷം കൗസല്യയും സുമിത്രയും പരസ്പരം നോക്കി. ഇരുവരുടെയും മുഖത്ത് ഒരേ പുഞ്ചിരി. സുമിത്ര മൃദുവായി പറഞ്ഞു, രാജ്ഞി, ഇവർ രണ്ടുപേരും ഒരുമിച്ച് വളരാനാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. കൗസല്യ നിശബ്ദമായി തല കുനിച്ചു. ഭരതനും ശത്രുഘ്നനും അല്പം അകലെ കളിക്കുകയായിരുന്നു. കൈകേയി ഭരതനെ ശ്രദ്ധയോടെ നോക്കി. ഭരതൻ വളരെ സൗമ്യ സ്വഭാവമുള്ള കുട്ടിയായിരുന്നു. ആർക്കെങ്കിലും ഒരു കളിപ്പാട്ടം ഇഷ്ടപ്പെട്ടാൽ അത് അവർക്ക് നൽകാൻ അവൻ മടിക്കാറില്ല. അത് കണ്ട ദശരഥൻ മൃദുവായി പുഞ്ചിരിച്ചു. പങ്കിടാൻ പഠിച്ച മനസ്സ് എപ്പോഴും സമ്പന്നമായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം കൊട്ടാരത്തിന്റെ പൂന്തോട്ടത്തിൽ 4 സഹോദരന്മാരും കളിച്ചുകൊണ്ടിരുന്നു. മൃദുകാറ്റ് പൂക്കളുടെ സുഗന്ധം ചുറ്റും പരത്തി. മരക്കൊമ്പുകളിൽ കുയിലുകൾ പാടി. ഒരു വർണ്ണശലഭം രാമന്റെ മുന്നിലൂടെ പതുക്കെ പറന്നു. രാമൻ അതിനെ പിടിക്കാൻ ശ്രമിച്ചില്ല. അവനത് പറക്കുന്നത് ശാന്തമായി നോക്കി നിന്നു. വസിഷ്ഠ മഹർഷി ആ കാഴ്ച ദൂരെ നിന്ന് കണ്ടു പറഞ്ഞു, പ്രകൃതിയെ സ്നേഹത്തോടെ കാണുന്ന മനസ്സ് അത് നശിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇപ്പോൾ 4 രാജകുമാരന്മാരും കൊട്ടാരത്തിന്റെ വിശാലമായ മുറ്റത്ത് ഒരുമിച്ച് നടക്കുകയും കളിക്കുകയും പരസ്പരം ചിരിപ്പിക്കുകയും ചെയ്തു. അവരുടെ ചിരി കൊട്ടാരത്തിന്റെ ചുമരുകളെ തട്ടി. വീണ്ടും വീണ്ടും അത് മുഴങ്ങുകയായിരുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ സേവകരും കാവൽക്കാരും അറിയാതെ പുഞ്ചിരിക്കും. കാരണം ഒരു കുഞ്ഞിന്റെ ചിരി ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു സായാഹ്നത്തിൽ രാജാവ് ദശരഥൻ കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്നു. മുന്നിൽ 4 സഹോദരന്മാർ. അവർ കളിക്കുകയായിരുന്നു. അവരെ നോക്കിക്കൊണ്ട് അദ്ദേഹം ശാന്തമായി പറഞ്ഞു, ഇന്ന് ഇവർ നിഷ്കളങ്കരമായ കുട്ടികളാണ്. എന്നാൽ കാലം ഇവരെ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് വിളിക്കും. ആ ദിവസം വരുന്നതുവരെ ഇവരുടെ ബാല്യം സന്തോഷം നിറഞ്ഞതാകട്ടെ. വസിഷ്ഠ മഹർഷി അരികിൽ നിന്നുകൊണ്ട് പുഞ്ചിരിച്ചു.
മഹാരാജാവേ, ധർമ്മത്തിന്റെ വഴിയിൽ വളരുന്ന ബാല്യം ഭാവിയെ പ്രകാശിപ്പിക്കും. അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവവും ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ്. സൂര്യൻ പതുക്കെ അസ്തമിച്ചു. അയോധ്യയിലെ ഓരോ വീട്ടിലും ദീപങ്ങൾ തെളിഞ്ഞു. കൊട്ടാരത്തിലെ ഉയർന്ന ഗോപുരങ്ങളിലും സ്വർണ്ണ വിളക്കുകൾ ഒന്നൊന്നായി തെളിഞ്ഞു. ആ പ്രകാശം 4 രാജകുമാരന്മാരുടെ മുഖത്ത് പതിഞ്ഞു. അവരുടെ കണ്ണുകളിൽ നിഷ്കളങ്കതയും പ്രതീക്ഷയും തിളങ്ങി. ആ രാത്രി കൗസല്യ രാമനെ ഓർക്കാൻ മൃദുവായി താരാട്ടുപാടി. സുമിത്ര ലക്ഷ്മണനെയും ശത്രുഘ്നെയും സ്നേഹത്തോടെ താലോലിച്ചു. കൈകേയി ഭരതനെ മടിയിൽ കിടത്തി അനുഗ്രഹത്തോടെ നെറ്റിയിൽ ചുംബിച്ചു. ആ രാത്രിയിൽ അയോധ്യ നഗരം വീണ്ടും സമാധാനത്തോടെ ഉറങ്ങി. എന്നാൽ കാലം പതുക്കെ ഒരു പുതിയ അധ്യായത്തിലേക്ക് അവരെ വിളിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് 4 രാജകുമാരന്മാരുടെയും ജീവിതത്തിൽ വിദ്യയുടെ ആദ്യ പ്രഭാതം ഉദിക്കാൻ പോകുകയായിരുന്നു. രാത്രി പതുക്കെ പ്രഭാതത്തിന് വഴിമാറി. സരയൂ നദിയുടെ തീരത്ത് ഇളം മൂടൽമഞ്ഞ് നിശബ്ദമായി ഒഴുകി. കിഴക്കൻ ആകാശത്ത് സൂര്യന്റെ ആദ്യ കിരണങ്ങൾ സ്വർണ്ണ നിറം വിതറി തുടങ്ങി. അയോധ്യ വീണ്ടും ഒരു പുതിയ ദിനത്തെ സ്വീകരിക്കുകയായിരുന്നു. രാജമന്ദിരത്തിന്റെ പൂന്തോട്ടത്തിൽ 4 രാജകുമാരന്മാരും ഇപ്പോൾ കുറച്ചുകൂടി വളർന്നിരുന്നു. അവരുടെ മുഖങ്ങളിൽ ബാല്യത്തിന്റെ നിഷ്കളങ്കത അതിപ്പോഴും നിറഞ്ഞു നിന്നു. എന്നാൽ അവരുടെ കണ്ണുകളിൽ ലോകത്തെ അറിയാനുള്ള കൗതുകം അത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. രാമൻ പ്രഭാതത്തിലെ പൂക്കളെ ശ്രദ്ധയോടെ നോക്കും. ഒരു കിളി മരക്കൊമ്പിലിരുന്ന് പാടുമ്പോൾ അവൻ ആ ശബ്ദം ശാന്തമായി കേട്ടു നിൽക്കും. ഭരതൻ കൊട്ടാരത്തിലെ സേവകരോട് പോലും എപ്പോഴും സ്നേഹത്തോടെ പെരുമാറും. ലക്ഷ്മണൻ രാമൻ എവിടെയാണോ അവിടെ ആയിരിക്കും. ശത്രുഘ്നൻ ഭരതന്റെ കൂടെ സന്തോഷത്തോടെ സമയം അങ്ങ് ചെലവഴിക്കും. 3 രാജ്ഞിമാരും ഈ കാഴ്ചകൾ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ നോക്കിയിരുന്നു. ഒരു ദിവസം രാജാവ് ദശരഥൻ രാജഗുരു വസിഷ്ഠ മഹർഷിയെ വീണ്ടും രാജസഭയിലേക്ക് ക്ഷണിച്ചു. സഭയിൽ മന്ത്രിമാർ, പുരോഹിതന്മാർ, രാജകുടുംബാംഗങ്ങൾ എല്ലാവരും ആദരവോടെ ഇരുന്നു. വസിഷ്ഠ മഹർഷി അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ദശരഥൻ എഴുന്നേറ്റ് പ്രണാമം ചെയ്തു. ശേഷം വിനയത്തോടെ ചോദിച്ചു, ഗുരുദേവ, കാലം വളരെ വേഗം കടന്നു പോകുന്നു. എന്റെ പുത്രന്മാർ ഇപ്പോൾ വിദ്യ അഭ്യസിക്കേണ്ട പ്രായത്തിലേക്ക്. അവരുടെ വിദ്യാഭ്യാസം എപ്പോൾ ആരംഭിക്കണം? വസിഷ്ഠ മഹർഷി അല്പനേരം മൗനമായിരുന്നു. പുറത്ത് മൃദുകാറ്റ് അശോകവൃക്ഷത്തിന്റെ ഇലകളെ തഴുകിക്കൊണ്ടിരുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, വിദ്യ വാക്കുകൾ പഠിക്കുന്നതിൽ മാത്രമല്ല, ജീവിതത്തെ ധർമ്മത്തിന്റെ വെളിച്ചത്തിൽ കാണാൻ പഠിക്കുന്നതാണ്. അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. സത്യത്തെ ബഹുമാനിക്കുന്ന മനസ്സ് ഏത് ആയുധത്തെക്കാളും ശക്തമാണ്. ദശരഥൻ ആ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേട്ടു. ഗുരുദേവ, അവരുടെ ആദ്യ ഗുരു അങ്ങ് തന്നെയാകണം. അവർ ധർമ്മവും വിനയവും ആദ്യം പഠിക്കണം. വസിഷ്ഠൻ പുഞ്ചിരിച്ചു. മഹാരാജാവേ, ഗുരു വഴി കാണിച്ചു തരുന്നു. പക്ഷേ ആ വഴിയിലൂടെ നടക്കേണ്ടത് ശിഷ്യനാണ്. ഈ 4 രാജകുമാരന്മാരും അറിവിനെ ബഹുമാനിക്കുന്ന ഹൃദയത്തോടെ വളരട്ടെ. സഭ അവസാനിച്ച ശേഷം ദശരഥൻ 3 രാജ്ഞിമാരെയും വിളിച്ചു വരുത്തി. അദ്ദേഹം വസിഷ്ഠ മഹർഷിയുടെ തീരുമാനം അവരെ അറിയിച്ചു. കൗസല്യ ശാന്തമായി പുഞ്ചിരിച്ചു. ഒരമ്മയ്ക്ക് മകന്റെ വളർച്ച സന്തോഷവും ചെറിയൊരു വിഷമവും ഒരുമിച്ചാണ് നൽകുന്നത്. ഇന്നലെ വരെ എന്റെ കൈകളിൽ ഉറങ്ങിയിരുന്ന കുഞ്ഞ് ഇന്ന് വിദ്യയുടെ യാത്ര ആരംഭിക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ നേർത്ത കണ്ണുനീർ തിളങ്ങി. സുമിത്ര ലക്ഷ്മണനെയും ശത്രുഘ്നെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ജ്ഞാനം വിനയത്തോടൊപ്പം വളരട്ടെ. നിങ്ങളുടെ ഹൃദയം എപ്പോഴും സത്യത്തിന്റെ വഴിയിലായിരിക്കട്ടെ. കൈകേയി ഭരതന്റെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. കരുണ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ജനങ്ങളെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വലിയവൻ. ആ വൈകുന്നേരം കൊട്ടാരത്തിന്റെ മുറ്റത്ത് 4 സഹോദരന്മാരും ഒരുമിച്ച് കളിക്കുകയായിരുന്നു. രാജ്ഞിമാർ അവരെ നോക്കി പുഞ്ചിരിച്ചു. ദശരഥൻ അല്പം അകലെ നിന്നുകൊണ്ട് ആ കാഴ്ച ഹൃദയത്തിൽ സൂക്ഷിച്ചു. കാരണം ജീവിതം ഒരു പുതിയ അധ്യായത്തിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ രാത്രി അയോധ്യയിലെ ആകാശം നക്ഷത്രങ്ങളാൽ നിറഞ്ഞു. തണുത്ത കാറ്റ് സരയൂ നദിയുടെ തീരങ്ങളിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് വീശി. 4 രാജകുമാരന്മാരും ശാന്തമായി ഉറങ്ങി. അവർ അറിയുന്നില്ലായിരുന്നു വളരെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിലെ ആദ്യ ഗുരുവിന്റെ പവിത്രമായ സാന്നിധ്യത്തിൽ വിദ്യയുടെ ആദ്യ പാഠം ആരംഭിക്കാനിരിക്കുകയാണെന്ന്. രാത്രി ശാന്തമായി കടന്നുപോയി.
അയോധ്യ നഗരം വീണ്ടും ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കാൻ തയ്യാറായി. കിഴക്കൻ ആകാശത്ത് ആദ്യ സൂര്യകിരണങ്ങൾ സ്വർണപ്രകാശം വിതറി. സരയൂ നദിയുടെ വെള്ളത്തിൽ ആ പ്രകാശം 1000 പൊൻതുള്ളികൾ പോലെ മിന്നിത്തിളങ്ങി. താമരപ്പൂക്കൾ വീണ്ടും വിരിഞ്ഞു. കുയിലുകൾ പുതിയ ദിവസത്തിന്റെ ഗാനം ആലപിച്ചു. മൃദുകാറ്റ് ചന്ദനത്തിന്റെയും മുല്ലപ്പൂവിന്റെയും സുഗന്ധം അയോധ്യയിലാകെ പരത്തി. രാജമന്ദിരത്തിൽ ആ ദിവസം ഒരു പ്രത്യേകമായ ശാന്തതയുണ്ടായിരുന്നു. ആരും തിരക്കിൽ ഓടിയില്ല, ആരും ഉച്ചത്തിൽ സംസാരിച്ചില്ല. എല്ലാവരുടെയും മനസ്സിൽ ഒരേ ചിന്ത: 4 രാജകുമാരന്മാരുടെയും വിദ്യയുടെ യാത്ര ഇനി തുടങ്ങാനിരിക്കുകയാണ്. കൗസല്യാദേവി രാമന്റെ അരികിലിരുന്നു. അവന്റെ മുടിയിൽ മൃദുവായി തലോടി. അവൾ ശാന്തമായി പറഞ്ഞു: മകനെ, അറിവ് ഒരിക്കലും അഹങ്കാരത്തിനുള്ള കാരണമാകരുത്. അത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള വെളിച്ചമായിരിക്കണം. രാമൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. പതിവ് പോലെ ഒരു മൃദു പുഞ്ചിരി മാത്രം. ആ പുഞ്ചിരിയിൽ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയുണ്ടായിരുന്നു. അടുത്ത മുറിയിൽ സുമിത്ര ലക്ഷ്മണനെയും ശത്രുഘ്നെയും സ്നേഹത്തോടെ ചേർത്തു പിടിച്ചു. നിങ്ങൾ പരസ്പരം എപ്പോഴും സ്നേഹിക്കണം. ധർമ്മത്തിന്റെ വഴി ഒരിക്കലും വിട്ടുപോകരുത്. ലക്ഷ്മണൻ അമ്മയുടെ കൈ മുറുകെ പിടിച്ചു. ശത്രുഘ്നൻ ശാന്തമായി അവളുടെ മടിയിൽ ചാരി നിന്നു. കൈകേയി ഭരതന്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടു. അവൾ മൃദുവായി പറഞ്ഞു: കരുണയുള്ള മനസ്സ് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ ഗുണം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകട്ടെ. ഭരതൻ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. അന്ന് രാജാവ് ദശരഥൻ 4 പുത്രന്മാരെയും ഒരുമിച്ച് നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ വർഷങ്ങൾ ഒരൊറ്റ നിമിഷം പോലെ കടന്നുപോയി. ഒരിക്കൽ ഈ കൊട്ടാരം നിശബ്ദമായിരുന്നു. ഇന്ന് 4 രാജകുമാരന്മാരുടെ ചിരിയാൽ അത് ജീവൻ നേടിയിരിക്കുന്നു. കാലം എത്ര വേഗത്തിലാണ് കടന്നു പോകുന്നത്. അദ്ദേഹം മനസ്സിൽ ദൈവത്തോട് നന്ദി പറഞ്ഞു. അപ്പോൾ രാജഗുരു വസിഷ്ഠ മഹർഷി കൊട്ടാരത്തിലെത്തി. ദശരഥൻ വിനയത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. വസിഷ്ഠൻ 4 രാജകുമാരന്മാരെയും സ്നേഹത്തോടെ നോക്കി. ശേഷം ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു: ജീവിതത്തിൽ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും ഒരു പുതിയ പാഠമാണ്. ഓരോ മനുഷ്യനും ഒരു ഗുരുവാകാം. പ്രകൃതിയും ഒരു ഗുരുവാണ്. സത്യവും ഒരു ഗുരുവാണ്. ധർമ്മം ആ പാഠത്തിന്റെ പ്രകാശമാണ്. ആ വാക്കുകൾ കൊട്ടാരത്തിലെ എല്ലാവരുടെയും മനസ്സിൽ ശാന്തമായി മുഴങ്ങി. പുറത്ത് മൃദുകാറ്റ് വീശി. അശോകവൃത്തത്തിന്റെ ഇലകൾ പതുക്കെ ഇളകി. ഒരു വെളുത്ത പ്രാവ് കൊട്ടാരത്തിന്റെ ഗോപുരത്തിൽ നിന്ന് ആകാശത്തേക്ക് പറന്നു. ആകാശം നീല നിറത്തിൽ വിശാലമായി വിരിഞ്ഞു. ഒരു പുതിയ യാത്ര ആരംഭിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ആ ദിവസം സൂര്യൻ പതുക്കെ പടിഞ്ഞാറേക്ക് യാത്ര തിരിച്ചു. അയോധ്യയിലെ ഓരോ വീട്ടിലും സന്ധ്യാദീപങ്ങൾ തെളിഞ്ഞു. ക്ഷേത്രമണികൾ വീണ്ടും മുഴങ്ങി. മുഴുവൻ നഗരവും പ്രാർത്ഥനയിൽ മുഴങ്ങി. രാജമന്ദിരത്തിന്റെ ഉയർന്ന ജനാലയിലൂടെ കൗസല്യ ആകാശത്തേക്ക് നോക്കി. അവളുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന മാത്രം: ഈ മക്കൾ എപ്പോഴും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴിയിൽ നടക്കട്ടെ. ആ രാത്രി 4 സഹോദരന്മാരും ശാന്തമായി ഉറങ്ങി. അവർ അറിയാതെ അവരുടെ ജീവിതം ഒരു പുതിയ അധ്യായത്തിന്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് ഗുരു വസിഷ്ഠന്റെ സാന്നിധ്യത്തിൽ വിദ്യയുടെ പവിത്രമായ യാത്ര ആരംഭിക്കാനിരിക്കുകയാണ്. ആ യാത്ര അവരെ മികച്ച രാജകുമാരന്മാരാക്കി മാത്രമല്ല, ധർമ്മത്തിന്റെ മാതൃകകളാക്കി മാറ്റും. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഗുരു വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലേക്കുള്ള 4 രാജാക്കന്മാരുടെ യാത്രയും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പവിത്രമായ തുടക്കവും നമുക്ക് ശാന്തമായി കേൾക്കാം. അതുവരെ ശുഭരാത്രി.